അവളുടെ കൂടെ നിൽക്കുന്ന വരുണിന് വേണ്ടി, അവരെ അനുഗ്രഹിച്ച് കൂടെ നിൽക്കുന്ന ഈ മുത്തശ്ശിക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു പോകും. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞ? നീ നോക്കിക്കോടാ, നിന്റെ തലയിൽ ഇഴുത്തി വീഴും, ഇഴുത്തി വീഴും. മോളെ, തിരുമേനി ഈ നേരത്ത് വന്നതിനും ഇങ്ങനെയൊക്കെ പറഞ്ഞതിനും സന്തോഷമുണ്ട്. പക്ഷേ അനുവാദത്തോടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കണം. എന്നെ പ്രസവിച്ച അമ്മയാണ് ഇപ്പൊ ഇവിടുന്ന് പോയത്. ആ അമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്റെ സ്ഥാനം ശത്രുവിന്റേതാ. ജയഭാരതി അമ്മയെ പരിചയപ്പെട്ട അന്ന് മുതൽ പരമേശ്വരനെ പോലൊരു മകനാണ് ഞാനെന്ന് കരുതിയിട്ടുണ്ട്. എന്റെ പെറ്റമ്മയുടെ അതേ സ്ഥാനം തന്നെയാണ് ഞാൻ മനസ്സിൽ വച്ചിരിക്കുന്നത്. എന്റെ അമ്മയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ലേ? അത് വേണ്ട അച്ഛാ. ഇങ്ങനെയൊരു തീരുമാനം ഇപ്പൊ എടുത്തില്ലെങ്കിൽ സുകുമാരി മുത്തശ്ശിയിൽ നിന്നോ പ്രിയങ്കയിൽ നിന്നോ നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാ നമ്മളെക്കാൾ മണ്ടന്മാരായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവര് പറഞ്ഞ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങിപ്പോവാൻ പറ്റുമായിരിക്കും. പക്ഷേ അച്ഛൻ അങ്ങനെ കൈവീശി യാത്ര അയക്കാൻ പറ്റില്ല. എന്റെ രാധിക മോളെ നീ സ്നേഹിക്കുന്നത് കണ്ടപ്പോ, അവൾക്ക് നീ കൊടുക്കുന്ന ആത്മാർത്ഥത കണ്ടപ്പോ ഒരാൺകുട്ടി ഇല്ലാത്ത വിഷമം മറന്നതാ അച്ഛൻ. നാളെ ഒരു ദിവസം അച്ഛന്റെ ചിതയ്ക്ക് ആര് തീ കൊളുത്തെന്ന് ചോദിച്ചാ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നിന്നെയായിരിക്കും.